ഹലോ ഗൈസ്, ഞാൻ വന്നടോ. ഇന്നൊരു കിണ്ണങ്കാച്ചി പെരിപ്പരി അൽഫാമിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നമുക്കൊരു ബൈറ്റ് വേണോ? ഈ ബൈറ്റ് നിങ്ങൾക്ക് തന്നെയാ, എടുത്തോ. അപ്പൊ ഇങ്ങനെ റെസിപ്പി നോക്കല്ലേ. ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ചെറിയ ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലി, പിന്നെ 3 വറ്റൽമുളക്, പിന്നെ 2 കറുവപ്പട്ട. ഇതൊക്കെ എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് വറുത്തെടുക്കണം. ഇത് അതിനുശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ, ജാറിലിട്ട്. ഇതങ്ങ് മാറ്റി വെച്ചേക്ക്. ഇനി നമുക്ക് കുറച്ച് വെജീസിന്റെ മിക്സ് ഉണ്ടാക്കാനുണ്ട്. ഒരു മീഡിയം സൈസിലെ സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 2 കുട്ടി തക്കാളി, പിന്നെ കുറച്ച് മല്ലി, കുറച്ച് പുതിന നല്ലപോലെ മിക്സിയിലിട്ട് അരച്ച് ഇതും അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവറും, കുറച്ച് ഗരം മസാലയും, നേരത്തെ അരച്ച് വെച്ച വെജീസും, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ മസാല കൂട്ടങ്ങളും, പിന്നെ കുറച്ച് തൈര്, പിന്നെ നമ്മൾ എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉപ്പ് ചേർക്കുക. എന്നിട്ട് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കഴുകി കുട്ടപ്പനാക്കി വെച്ച നമ്മളെ ചിക്കനെ ഇതിലോട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ചിക്കനെ ഇതിലോട്ടൊന്ന് വെച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വേവിക്കുന്നുണ്ട്. ഇത് തന്നെ ഒന്ന് തിരിച്ചിട്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് വരുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ആക്കാം. ഇനി സോസ് ഉണ്ടാക്കാം. സോസ് മുക്കിമ്പിക്കില്ലേ, അതിന് തന്നെ 3 ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും, ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ക്രഷ് ആക്കി വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ആക്കിക്കോ. ഇത് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത ചിക്കനിലോട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്റെ റെസിപ്പി ഇഷ്ടമായവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ ചാനൽ. എനിക്കൊന്ന് ലൈക്ക് തരണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. See you soon. Take care. Bye.